പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക്. ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഈ യാത്ര എന്നതിലും സംശയമുണ്ട്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യ നാടുകടത്തിയതിനു പിന്നാലെയാണ് ഈ സംഭവം പുറത്തു വന്നത്. പാകിസ്ഥാൻ സൈനികർ തീവ്രവാദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനായി പോയതാകുമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അമേരിക്കയിലുള്ള പാക് സൈനിക മേധാവിയുടെ പങ്കാളിത്തവും ഇന്ത്യക്കെതിരെയുള്ള കരുനീക്കങ്ങളുടെ ഭാഗമാണ് എന്നും പലരും പറയുന്നുണ്ട്. 3 സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ സായുധ ഗ്രൂപ്പുകളെ കാണാൻ ആഴ്ചകൾക്ക് മുൻപാണ് പാക് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിലെത്തിയത്. പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ സന്ദർശനം ബംഗ്ലാദേശ് രഹസ്യമാക്കി വെച്ചിരുന്നു. മുഹമ്മദ് യൂനസ് ഭരണകൂടം അവരുടെ സന്ദർശനത്തിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സംഭവ വികാസങ്ങൾ രാജ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക് സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായ നദീം അഹമ്മദ്, മുഹമ്മദ് തല, സൗദ് അഹമ്മദ് റാബു എന്നീ 3 പേരാണ് ആഴ്ചകൾക്ക് മുൻപ് നൽകിയ പുതിയ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചാണ് ബംഗ്ലാദേശിലേക്ക് പോയത്. റോഹിംഗ്യൻ അഭയാർത്ഥി വാസസ്ഥലങ്ങളിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള കോക്സ് ബസാറിലെ രാമു സൈനിക ക്യാമ്പിലേക്ക് പാക് സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ സന്ദർശനമാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. റോഹിംഗ്യൻ തീവ്രവാദികളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പാക് ചാര ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ സന്ദർശനമെന്നാണ് വിവരങ്ങൾ. മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമായി തീവ്രവാദികളെ വീണ്ടും സംഘടിപ്പിക്കാൻ ISI സഹായിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിഴൽ യുദ്ധത്തിലൂടെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാകാം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഷെയ്ഖ് ഹസീനയും അവാമി ലീഗ് പാർട്ടിയുടെയും പതനത്തിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി ചൈനയുടെയും ISIയുടെയും സഹായത്തോടെ രാജ്യത്തെ തീവ്രവാദിവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തെ സ്വാധീന മേഖല വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ISI ബംഗ്ലാദേശിൽ പുതിയ പ്രവർത്തന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. പാകിസ്ഥാനുമായും ബംഗ്ലാദേശും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിൽ തുടരുന്ന സമയത്താണ് ഈ സംഭവ വികാസം. ഔദ്യോഗിക സൈനിക യൂണിഫോം ധരിച്ചാണ് 3 പാക് സൈനിക ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശ് സന്ദർശിച്ചത്. എന്നാൽ സന്ദർശനത്തിനായി ആഴ്ചകൾക്ക് മുൻപ് നൽകിയ പുതിയ പാസ്പോർട്ടുകളാണ് ഉപയോഗിച്ചത്. പാകിസ്ഥാന്റെ ISIയുമായും ലഷ്കർ-ഇ-തോയ്ബ ഭീകര കേന്ദ്രവുമായും ഈ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയ പൗരന്മാരെ നാടുകടത്തിയതിന്റെ ഭാഗമായി 250 അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ ധാക്കയിലേക്ക് നാടുകടത്തി ഇന്ത്യൻ സർക്കാർ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ബംഗ്ലാദേശി പൗരന്മാരുടെയും കൈകൾ ബന്ധിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. രാജ്യത്തിന്റെ പല ഭാഗത്തും അനധികൃതമായ ബംഗ്ലാദേശികളുണ്ട്. ഭൂരിഭാഗം പേരെയും ഇതിനോടകം കേന്ദ്രം നാടുകടത്തി കഴിഞ്ഞു. കർശനമായ സുരക്ഷയ്ക്കിടെ വഡോദര വ്യോമസേനാ താവളത്തിൽ നിന്ന് പ്രത്യേക IAF വിമാനത്തിലാണ് നാടുകടത്തൽ നടത്തിയത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഗുജറാത്തിൽ നിന്നും നിയമവിരുദ്ധമായി താമസിക്കുന്ന 1200-ലധികം ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി നാടുകടത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര, രാജ്കോട്ട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നുമാണ് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. പോലീസ് സംരക്ഷണത്തിൽ അവരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളിൽ വ്യോമസേന വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്ന് നാടുകടത്തൽ നടപടികൾ പൂർത്തീകരിക്കുകയായിരുന്നു. കേന്ദ്ര സുരക്ഷാ ഏജൻസിയുമായി ഏകോപിപ്പിച്ച് എല്ലാ അനധികൃത വിദേശ പൗരന്മാരെയും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഗുജറാത്ത് സർക്കാർ ശക്തമാക്കി വരികയാണ്. വ്യാജ ആധാർ, പാൻ കാർഡുകൾ ഉൾപ്പെടെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് പല അനധികൃത ബംഗ്ലാദേശി പൗരന്മാരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞു വരുന്നത്. പ്രാദേശിക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഏകോപിത റെയ്ഡുകളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഏറ്റവും പുതിയ നാടുകടത്തൽ. വരും ആഴ്ചകളിലും സമാനമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഗുജറാത്ത് പോലീസും കേന്ദ്ര ഏജൻസികളും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കാർമ ന്യൂസ്.